ഹറാമുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മഹത്തായ രണ്ട് ദൗത്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈസാലുർ റിസാല വ തബ്ലീഗു അൻ റബ്ബിഹി, തനിക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ച ഇസ്ലാമിനെ എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്തേത് റിയാസത്തു ദൗലൽ ഇസ്ലാമിയ അൻ നാശിഅ വ തർതീബു ഉമൂരിഹ വ തൻദീമു ശുഊനിഹ, തനിക്ക് ലഭിച്ച വളരെ കുറഞ്ഞ അനുയായികളെ കൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക, അതിനെ ചിട്ടപ്പെടുത്തിയെടുക്കുക. ഈ മഹത്തായ രണ്ട് ദൗത്യങ്ങളാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലൻ, അദ്ദേഹം ഒരു റസൂലായിരുന്നു. ഒപ്പം തന്നെ വ അമീറൻ, അദ്ദേഹം ഒരു ഭരണാധികാരിയും കൂടിയായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. പ്രവാചകൻ തനിക്ക് ലഭിച്ച സന്ദേശം മക്കയിൽ ജനങ്ങളെ കേൾപ്പിച്ചു. ആ ജനങ്ങൾ ഫാഷിസ്റ്റുകളുടെ സ്വഭാവം കാണിച്ചപ്പോൾ മക്കയിൽ നിന്ന് അദ്ദേഹത്തിന് മദീനയിലേക്ക് പോവേണ്ടി വന്നു. അവിടെയും അദ്ദേഹം ഇസ്ലാമിക പ്രബോധന ദൗത്യങ്ങൾ നിർവഹിച്ചു. അവിടെയാണ് അദ്ദേഹം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് രൂപം കൊടുക്കുകയും ചെയ്തത്. തന്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹുവിലേക്ക് യാത്രയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സഹാബികൾ എല്ലാവരും സഖീഫ ബനി സാഇദയിൽ ഒരുമിച്ച് കൂടി. എന്തിനു വേണ്ടി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടാൻ വേണ്ടിയായിരുന്നില്ല ആ ഒരുമിച്ച് കൂടൽ. പിന്നെയോ, മദീന എന്ന് പറയുന്ന ഇസ്ലാമിക സ്റ്റേറ്റിന് ഒരു ഭരണാധികാരിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഭരണാധികാരിയെ ഉടനെ തെരഞ്ഞെടുക്കണം. അതിനുവേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് ഏകദേശം 3 ദിവസത്തോളം മദീന പള്ളിയിൽ പ്രവാചകന്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. 3 ദിവസം ആയിട്ട് മറമാടിയിട്ടില്ല. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് മറമാടുന്നതിനെ സംബന്ധിച്ചുള്ള ചില നിരീക്ഷണങ്ങളുണ്ട്, ചില പ്രവാചകന്റെ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസ എത്രയും പെട്ടെന്ന് ജനാസയെയും കൊണ്ട് ശ്മശാനത്തിലേക്ക് പോകണമെന്നാണ്. ഫഇൻ തകു സാലിഹ ഫഖൈറു തുഖദ്ദിമുനഹ അലൈഹി, നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വേഗം നിങ്ങളുടെ തോളിൽ നിന്ന് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിക്കാനോ. വഇ യകുൻ സിവ ദാലിക്, ഇനി അങ്ങനെയല്ല, മോശപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് തലഉനഹു അൻ റിഖാബിക്കും, നിങ്ങളുടെ തോളിൽ നിന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തെ വേഗം ഇറക്കി വെക്കുകയും ചെയ്യാമല്ലോ. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ ഫലാ തഹ്ബിസൂഹു, പിന്നെ അമ്മോശാങ്ക വരാനുണ്ട് പറഞ്ഞിട്ട് മയ്യത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. പുതിയാപ്പള വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പാപ്പ അമേരിക്കയിൽ നിന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് വെച്ചിരിക്കാൻ പാടില്ല. മകൻ കാനഡയിൽ നിന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് മറമാടുന്നത് വൈകിപ്പിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് മറ ചെയ്തു കൊള്ളണം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ മയ്യത്തിനെ ഖബറിലേക്ക് എത്തിക്കണം എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് മറമാടാൻ ഏകദേശം 2.5 ദിവസം വേണ്ടി വന്നു. എന്തിനായിരുന്നു അത്? ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കണം. റസൂലുള്ള മരണപ്പെട്ടു പോയി. ഇനി മദീന എന്ന് പറയുന്ന ആ കൊച്ചു രാഷ്ട്രത്തിന് ഒരു ഭരണാധികാരി വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫ ആരായിരിക്കണം എന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ് അത്രയും ദിവസം വൈകിയത്.
അവസാനം നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഒന്നാം ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു. അദ്ദേഹം ഏകദേശം കുറച്ച് വർഷങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തെ മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു വന്നു, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നു, പിന്നീട് അലി റളിയല്ലാഹു അൻഹു വന്നു. ഖുലഫാഉ റാഷിദുകൾ ഏകദേശം ഹിജ്റ 11 മുതൽ 41 വരെ മദീന എന്ന് പറയുന്ന ആ കൊച്ചു രാഷ്ട്രത്തിന് നേതൃത്വം കൊടുത്തു. ഹിജ്റ 11 മുതൽ 41 വരെ. പിന്നീട് ഖിലാഫ റാഷിദ ഖിലാഫ അമവിയയിലേക്ക് മാറി, ഉമവി ഖിലാഫത്തിലേക്ക് മാറി, രാജാധിപത്യത്തിലേക്ക് മാറി. അത് ഏകദേശം ഹിജ്റ 41 മുതൽ 132 വരെ ഹിജ്റ ഖിലാഫ അമവിയയായിരുന്നു. അമവികളുടെ ഭരണമായിരുന്നു, രാജഭരണമായിരുന്നു. പിന്നീട് സുമ്മ ഖിലാഫ അബ്ബാസിയ അലാ ശക്ലി മലിക്, പിന്നീട് അബ്ബാസി ഖിലാഫത്ത് വന്നു. അതും ഏകദേശം 132 മുതൽ ഹിജ്റ 656 വരെയായിരുന്നു. പിന്നീട് ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു. കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തങ്ങൾക്ക് ലഭിച്ച അറിവ് അനുസരിച്ച് ഇസ്ലാമിക രാജ്യത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നീട് ഹിജ്റ 699 മുതൽ ഹിജ്റ 1341 വരെ പിന്നീട് ഖിലാഫ ഉസ്മാനിയയായിരുന്നു, ഉസ്മാനിയ ഖിലാഫത്തായിരുന്നു. ആ ഓട്ടോമൻ ഖിലാഫത്തും ഏകദേശം രാജഭരണത്തിന് തുല്യം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ആ ഖിലാഫത്ത് പിന്നീട് ഏകദേശം 1924 വരെ തുടർന്നു. AD 1924 വരെ ഖിലാഫത്തിന്റെ ഈ ഗതിമാറ്റങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, തകൂനു നുബുവത്തു ഫീകും മാഷാ അല്ലാഹു അൻ തകുൻ സുമ്മ യർഫഉഹ അല്ലാഹ്. ആദ്യം നുബുവത്താണ് ഉണ്ടാവുക, പ്രവാചകന്റെ നുബുവത്ത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ആ നുബുവത്തിന് ശേഷം സുമ്മ തകൂനു ഖിലാഫ അലാ മിൻഹാജിൻ നുബുവ. ആ നുബുവത്തിന്റെ മൻഹജ് അനുസരിച്ച്, അതിന്റെ മെത്തഡോളജി അനുസരിച്ച്, അതിന്റെ സിലബസ് അനുസരിച്ച് പിന്നീട് ഖിലാഫത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതും കുറച്ചു കാലം ഉണ്ടാവും എന്ന് പറഞ്ഞു. സുമ്മ യർഫഉഹ അല്ലാഹു ഇദാ ഷാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ പിന്നീട് അതിനെ ഉയർത്തും എന്ന് പറഞ്ഞു. സുമ്മ തകൂനു മലികൻ ആവൻ, പിന്നീട് രാജാധിപത്യമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതും കുറച്ചു കാലം ഉണ്ടാവും, അള്ളാഹു അത് വീണ്ടും ഉയർത്തും. പിന്നീട് സുമ്മ തകൂനു മലികൻ ജബരിയൻ, പിന്നീട് സ്വേച്ഛാധിപത്യ ഭരണകൂടമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതും കുറച്ചു കാലം അങ്ങനെ മുമ്പോട്ട് പോകും. എന്നിട്ട് അള്ളാഹു അതിനെ ഉയർത്തും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി പറഞ്ഞു, സുമ്മ തകൂനു ഖിലാഫ അലാ മിൻഹാജിൻ നുബുവ. പിന്നീട് ഖിലാഫത്ത് ഉണ്ടാവും, പിന്നീട് ഖിലാഫത്ത് ഉണ്ടാവും. ഏത് സ്വഭാവത്തിൽ? മിൻഹാജുൻ നുബുവയുടെ സ്വഭാവത്തിൽ. മിൻഹാജുൻ നുബുവയുടെ സ്വഭാവത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഖിലാഫത്ത്, ഖുലഫാഉർ റാഷിദുകളുടെ ഖിലാഫത്ത്, അത് പിന്നീട് ആ സ്വഭാവത്തിൽ വീണ്ടും ഖിലാഫത്ത് വരും എന്ന് പറഞ്ഞു. ഈ ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള ചിന്താഗതി മുസ്ലിം സമൂഹത്തിന് 1924 കൂടി നഷ്ടപ്പെട്ടു. എന്താ കാരണം? ഉസ്മാനിയ ഖിലാഫത്ത് കമാൽ അത്താതുർക്ക് എന്ന് പറയുന്ന ചങ്ങാതി ഒരു പ്രശ്നവുമില്ലാതെ നശിപ്പിച്ചു, ഇല്ലാതാക്കി കളഞ്ഞു, പ്രഖ്യാപിച്ചു. ഇനി ഉസ്മാനിയ ഖിലാഫത്ത് ഇല്ല എന്ന് പറഞ്ഞു. ലോകത്ത് മുസ്ലിം സമൂഹത്തെ നാമമാത്രമായെങ്കിലും ഏകോപിച്ചിരുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് ഖിലാഫത്ത്. ആ ഖിലാഫത്തിനെ തകർത്ത് കളഞ്ഞു. പിന്നീട് മുസ്ലിം സമൂഹം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ഈ രാജാധിപത്യത്തിനൊക്കെ ശേഷം വീണ്ടും ഒരു ഖിലാഫത്ത്, ഇസ്ലാമിക ദീനിന്റെ അടിത്തറയിൽ ഒരു ഖിലാഫത്ത് ഉണ്ടാവും എന്ന ചിന്താഗതി മുസ്ലിം ലോകത്ത് 1928 ആദ്യമായി പ്രഖ്യാപിച്ചത്, ആ ചിന്തയ്ക്ക് തിരികൊളുത്തിവിട്ടത് ഷഹീദ് ഹസനുൽ ബന്നയായിരുന്നു റഹിമഹുല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം ലോകത്ത് ഈ ചിന്താഗതി ഉയർത്തിവിട്ടു. അദ്ദേഹം ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അറബ് ലോകത്ത് ഏതാണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ശക്തമായ വേരുള്ള ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്, ഒരു തഹ്രീക്കാണ്, പ്രസ്ഥാനമാണ് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ. അതിന്റെ നേതാവായിരുന്നു ഷഹീദ് ഹസനുൽ ബന്ന. അദ്ദേഹം ആ ചിന്താഗതി ഉയർത്തിവിട്ടു. പക്ഷേ ആ ചിന്താഗതി ഉയർത്തിവിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു.
ആ സന്ദർഭത്തിൽ സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന വ്യക്തി ജാഹിലിയ ഈജിപ്ഷ്യൻ ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഈജിപ്ഷ്യൻ ഭരണകൂടം അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചു. സയ്യിദ് ഖുത്ബിനെ പറഞ്ഞയച്ചു. അത് അദ്ദേഹം അൾട്രാ സെക്യുലറിസ്റ്റ് ആയിരുന്നു. സയ്യിദ് ഖുത്ബ് താനി സെക്യുലറിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അമേരിക്കയിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ പല പല ഭാഗങ്ങളിലുമൊക്കെ ചെന്നുകൊണ്ട് പര്യടനമൊക്കെ നടത്തിയപ്പോൾ അവിടെയുള്ള പല സ്ഥാപനങ്ങളിലും ആളുകൾ ഭയങ്കര സന്തോഷം, മിഠായിയൊക്കെ മധുരമൊക്കെ വിതരണം ചെയ്യുന്നു. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ മധുരം വിതരണം ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ ഒരു ചങ്ങാതി കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിന്റെ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ആരാ കൊല്ലപ്പെട്ടത്? ഷഹീദ് ഹസനുൽ ബന്ന. ഷഹീദ് ഹസനുൽ ബന്ന കൊല്ലപ്പെട്ടു മിസ്രിൽ, ഈജിപ്തിൽ. പക്ഷെ അതിന്റെ സന്തോഷം അമേരിക്കയിലാണ്. ഇത് സയ്യിദ് ഖുത്ബ് കാണാണ്. ഞാൻ എന്റെ നാട്ടിലെ നിസ്സാരനായ ഹസനുൽ ബന്ന, അദ്ദേഹം കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ, എന്തുമാത്രം സന്തോഷം! എന്താണ് അതിന് കാരണം? അദ്ദേഹം പഠിക്കുകയാണ്. അദ്ദേഹം ഇഖ്വാനുൽ മുസ്ലിമിനെ സംബന്ധിച്ച് പഠിക്കുന്നു, ഹസനുൽ ബന്നയെ സംബന്ധിച്ച് പഠിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഈജിപ്തിലേക്ക് തിരിച്ചെത്തി പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം ഇഖ്വാനുൽ മുസ്ലിമിന്റെ പ്രവർത്തകനും മെമ്പറായി മാറുന്നു. പിന്നീട് അതിന്റെ നേതാവായി മാറുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, വരാനിരിക്കുന്ന ഖിലാഫത്തിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അഹ്ലി കിതാബുകാർക്കുണ്ട്, ജൂത ക്രൈസ്തവ വിഭാഗത്തിനുണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോൾ ആ പ്രവാചകനെ സംബന്ധിച്ച് അഹ്ലി കിതാബുകാർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അത് ഖുർആൻ പറയുന്നു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അഹ്ലി കിതാബുകാര് അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ പ്രവാചകനെ സംബന്ധിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട്, തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട് ഇങ്ങനെ ഒരു പ്രവാചകനെ പറ്റി, അദ്ദേഹത്തിന്റെ ആഗമനത്തെ പറ്റി സൂചനയുണ്ട്. ഇതേപോലെ നിലവിലുള്ള അഹ്ലി കിതാബുകാർക്ക് ഇസ്ലാമിൽ വരാനിരിക്കുന്ന ഖിലാഫത്തിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ആ ഖിലാഫത്തിനെതിരിൽ ആഗോളാടിസ്ഥാനത്തിൽ അഹ്ലി കിതാബുകാർ ഉറഞ്ഞു തുള്ളുന്നത്. അതിന്റെയൊക്കെ അനുരണനം തന്നെയാണ് കേരളത്തിലൊക്കെ കാണുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് അതൊക്കെ. ഈ അഹ്ലി കിതാബുകാർ ആഗോളാടിസ്ഥാനത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിനെതിരിൽ ഉറഞ്ഞു തുള്ളുകയാണ്. 2014 ബറാക് ഒബാമ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളിൽ ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാക്കാൻ സമ്മതിക്കുകയില്ല. അദ്ദേഹം ഉപയോഗിച്ച പദമാണ്, ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാക്കാൻ സമ്മതിക്കൂല അറബ് രാജ്യങ്ങളിൽ. ആരാ പറയുന്നത്? ബറാക് ഒബാമ. എപ്പോഴാ പറഞ്ഞത്? 2014. അതിനുശേഷം ജോർജ് ബുഷും ഇറാഖ് അധിനിവേശ കാലത്ത് അത് തന്നെ ആവർത്തിച്ചു. എന്താ? ഇറാഖിലാണ് ഖിലാഫത്ത് വരിക എന്ന് വിചാരിച്ചു അമേരിക്ക. അതുകൊണ്ടാണ് ഇറാഖിനെ ശവപ്പറമ്പാക്കി മാറ്റിയത്. ഇതൊക്കെ പഠിക്കണം, ചെറുപ്പക്കാരൊക്കെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കണം. ഒരു ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട്, രാസായുധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇറാഖിലേക്ക് കടന്നു കയറി 10 ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കി ആ നാടിന്റെ എല്ലാം നശിപ്പിച്ച്. എന്തിനു വേണ്ടിയായിരുന്നു? അമേരിക്കക്കാരെ ആരോ പറഞ്ഞു പറ്റിച്ചു, വരാനിരിക്കുന്ന ഖിലാഫത്ത് അതിന്റെ ആസ്ഥാനം ഇറാഖിലാണ് വരിക എന്ന് പറഞ്ഞു പറ്റിച്ചു. അതുകൊണ്ട് ഇറാഖിനെ ശവപ്പറമ്പാക്കി. പിന്നീട് വേറെ ആരോ ഓതിക്കൊടുത്തു, ചെവിയിൽ ഓതിക്കൊടുത്തു, അത് അഫ്ഗാനിലാണ് വരിക എന്ന് പറഞ്ഞു. ഉടനെ കയറി അഫ്ഗാനിലേക്ക് പോയി, അവിടെയും നശിപ്പിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത്, ടോണി ബ്ലെയർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, അദ്ദേഹം 2005 അദ്ദേഹം പറയുകയാണ്, ഇസ്രായേൽ രാഷ്ട്രത്തെ ഇല്ലാതാക്കാനും ഇസ്ലാമിക ലോകത്ത് നിന്ന് പാശ്ചാത്യരെ പുറത്താക്കാനും ശരീഅത്ത് അനുസരിച്ച് പുതുലോകക്രമം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഇസ്ലാമിക സംവിധാനത്തെ, പ്രസ്ഥാനത്തെ നാം ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും. 2005 ടോണി ബ്ലെയർ പറഞ്ഞതാണ്, ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ഇറാഖിൽ നിന്ന് നാം ഉടനെ മടങ്ങുന്നത് ഖിലാഫത്ത് വരാൻ കാരണമാകും ഇറാഖിൽ. അതുകൊണ്ട് ഇറാഖിൽ 10-12 വർഷം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈന്യം അവിടെ താവളമടിച്ചു. എന്തിനു വേണ്ടി? ഇറാഖിൽ ഖിലാഫത്ത് വരാൻ പാടില്ല. അവരുടെ കാഴ്ചപ്പാടായിരുന്നു. ഖലീഫ അങ്ങനെയാണ്. ഖലീഫ് അതിനുശേഷം ആ സാധ്യതയെ വിദൂരമാക്കാനും ഇല്ലാതാക്കാനും വേണ്ടി ബഗ്ദാദ് കേന്ദ്രീകരിച്ച് ISIS ഉണ്ടാക്കി. ISIS ഇതാരാ ഉണ്ടാക്കിയത്? സാമ്രാജ്യത്വ ശക്തികളാണ് ഉണ്ടാക്കിയത്.
നമ്മുടെ നാട്ടിലെ പാവ മൗലവിമാരും മുസ്ലിംമാരൊക്കെ അതിന്റെ പിന്നില് മുസ്ലിങ്ങളിലെ തീവ്രവാദികളാണ്, മുസ്ലിങ്ങളിലെ ഭീകരവാദികളെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച പാവങ്ങളാണ്, ചരിത്രമറിയാത്തവരാണ്. ആരാണ് IS ഉണ്ടാക്കിയത്? സാമ്രാജ്യത്വ ശക്തികൾ. എന്തിനാണ് ഉണ്ടാക്കിയത്? IS ഉണ്ടാക്കിയത് ഒരു ഖലീഫയെ നിശ്ചയിച്ചു, ബഗ്ദാദി ഖലീഫ അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പേരിട്ടു അദ്ദേഹത്തിന്. ആരാ? ജൂതനാണ്. എന്നിട്ട് നിരന്തരമായി ഖലീഫ ഇസ്ലാമിക ഖിലാഫത്ത് വന്നു കഴിഞ്ഞാൽ ലോകത്ത് ആർക്കും സമാധാനം ഉണ്ടാവുകയില്ല. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അഹ്ലു കിതാബുകാരെ കഴുത്തറുത്ത് കൊല്ലും. അങ്ങനെ ആയിരക്കണക്കിന് ഡോളർ കോടിക്കണക്കിന് ഡോളർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായ വീഡിയോകൾ ഉണ്ടാക്കി, കഴുത്തറക്കുന്ന വീഡിയോസ് ഉണ്ടാക്കി. എന്നിട്ട് അത് പ്രചരിപ്പിച്ചു. ആ വീഡിയോസ് ഒക്കെ ഇന്ത്യയിലെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ അവരുടെ വാട്സപ്പുകളിലൊക്കെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക. കൃത്രിമമായ വീഡിയോസ്. ഇസ്ലാമിക ഖിലാഫത്ത് വന്ന ഇതാ സംഭവിക്കാൻ പോകുക. അങ്ങനെ IS ഉണ്ടാക്കി. ഈ ഖിലാഫത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ ശക്തമായ പഠനം നടത്തുവാൻ വേണ്ടി ഒരു ടീമിനെ നിശ്ചയിച്ചു. അവർ 2005 ഒരു ടീമിനെ ഏൽപ്പിച്ചു. ആ ടീം പഠനം നടത്തിയിട്ട് ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാവുമോ വരുമോ എന്ന് മനസ്സിലാക്കാൻ ഒരു ടീമിനെ ക്യാഷ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ആ ടീം അവസാനം ഒരു തീരുമാനത്തിലെത്തി. 2020 ആകുമ്പോഴേക്കും ഇസ്ലാമിക ഖിലാഫത്ത് എന്ന ചിന്താഗതി മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വ്യാപകമായി ഉണ്ടാവും എന്ന് ഈ ടീം പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിച്ചു. ഈ പഠനം നടത്തിയ ചില ആളുകൾ പറഞ്ഞു, വൈറ്റ് ഹൗസിനോട് പറഞ്ഞു, നാം ആ ചിന്താഗതിയെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അത് സംഭവിക്കാൻ പോകുന്ന സംഗതിയാണ്, അത് നാം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. എന്നാൽ വേറെ ചില ആളുകൾ, ദൗർഭാഗ്യവശാൽ പാശ്ചാത്യർ ഭരണാധികാരികൾ അതിനെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഒരു അമേരിക്കയിലെ രാഷ്ട്രീയ നിരീക്ഷകൻ വൈറ്റ് ഹൗസിന് മുമ്പിൽ വെച്ചു. ആ നിർദ്ദേശം ഇതായിരുന്നു. അദ്ദേഹം പറയുന്നു, ഖിലാഫ റാഷിദ 4 എണ്ണമാണ് കഴിഞ്ഞു പോയത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഇനി അൽ ഖിലാഫ അൽ ഖാമിസ, 5ാമത്തെ ഖിലാഫ് ഉണ്ടാവാൻ പോവുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ ജോൺ പറയുകയാണ്, 5ാമത്തെ ഖിലാഫത്ത് ഉണ്ടാവാൻ പോവുകയാണ് ലോകത്ത്. ലൻ തസ്തതി അൽ ഖുവ്വത്തുൽ അംരീകിയ അൽ വുഖൂഫ ഫീ വജ്ഹിഹാ ഔ മുജാബാതിഹാ. അതിനെ നേരിടുവാനും ഇല്ലാതാക്കുവാനും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കഴിയില്ല. ആരാ പറയുന്നത്? അമേരിക്കയിലെ രാഷ്ട്രീയ നിരീക്ഷകൻ വൈറ്റ് ഹൗസിന് മുമ്പിൽ വെച്ച റിപ്പോർട്ടാണ്. ഇതൊരു തെളിഞ്ഞ യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം പറയുകയാണ്. ഖിയാമുൽ ഖിലാഫ ഖദ്റുൻ ലാ മറദ്ദ ലഹു. ഇത് വളരെ ശക്തമായ ഒരു ചിന്താഗതിയാണ്, അവരുടെ വിശ്വാസമാണ്, അഖീദയാണ്. ലോകത്ത് മുസ്ലിങ്ങളുടെ അഖീദയാണ് ഇതെന്ന് പഠിപ്പിക്കും. ഈ ഒരു ധാരണയിൽ ആ റിപ്പോർട്ട് കൊടുത്തു. തീർന്നില്ല. 1978 അമേരിക്കൻ മുൻ വിദേശകാര്യമന്ത്രി ഹെൻറി കിസഞ്ചർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബീഗനോട് ക്യാമ്പ് ഡേവിഡ് കരാറിൽ ഒപ്പിട്ട ശേഷം അദ്ദേഹം പറയുകയാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറയാണ്, ഇന്നി ഉസല്ലിമുക ഉമ്മത്തൻ നാഇമത്തൻ. 1978 ഞാൻ നിനക്ക് ഉറങ്ങുന്ന ഒരു സമുദായത്തെയാണ് ഏൽപ്പിച്ചു തരുന്നത്. ഞാൻ നിനക്ക് ഉറങ്ങുന്ന ഒരു സമുദായത്തെയാണ് ഏൽപ്പിച്ചു തരുന്നത്. വൽ മുഷ്കില, പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, അന്നഹ തനാമു വലാ തമൂതു. അവര് ഒരിക്കലും ഒന്നായിട്ട് അവരെ കൊല്ലാനൊന്നും കഴിയില്ല. അവർ ഉറങ്ങും, കുറച്ചു കാലൊക്കെ ഉറങ്ങും. പക്ഷെ എന്ത് ചെയ്യണം? ഫസ്തസ്ബിർ ഫത്രത നൗമിഹാ. ആ ഉറങ്ങുന്ന കാലയളവുണ്ടല്ലോ, ആ സമയത്ത്, ആ കാലയളവിൽ നന്നായിട്ട് ഫലസ്തീനിലും ഗസയിലുമൊക്കെ നിക്ഷേപങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഉറങ്ങണ സമയം നോക്കിയിട്ട് മുസ്ലിം സമുദായം ആ സന്ദർഭത്തിൽ 1970-കളിലൊക്കെ ഫലസ്തീനിലും ഗസയിലും ഒക്കെയുള്ള മുസ്ലിം സമുദായം ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു, ഉറങ്ങുകയായിരുന്നു അവർ. ആ സമയത്ത് എന്ത് ചെയ്തു? ഇസ്രായേൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തുള്ള എല്ലാ ജൂതന്മാരെയും ഫലസ്തീനിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അവിടെ താമസിപ്പിച്ചു. എല്ലാ മഞ്ഞും സൽവയും ഒക്കെ അവിടെ കൊടുത്തു, എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നിട്ട് അയൽ രാഷ്ട്രങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു. സിറിയയുടെ ജോലാൻ കുന്നുകൾ, അപ്പുറത്ത് ഈജിപ്തിന്റെ പല അയൽ നാടുകളിലെ പല സ്ഥലങ്ങളൊക്കെ ഇസ്രായേൽ വെട്ടിപ്പിടിച്ചു. ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. പരമാവധി നിക്ഷേപം നടത്തിക്കൊള്ളൂ എന്നാണ് അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അത് ഇസ്രായേൽ ചെയ്തു. ശേഷമോ പക്ഷേ ആ സമൂഹം ഉണ്ടല്ലോ,
ഗസയിലെയും ഫലസ്തീനിലെയും ആ സമൂഹം എങ്ങാനും ഉണർന്നാലുണ്ടല്ലോ, അവർ ഉണർന്നാൽ ഫഇന്നഹാ തുഈദു ഫീ സനവാതിൻ ഖലീല മാ ളഅ മിൻഹാ ഫീ ഖുറൂൻ. വർഷങ്ങളായി അവർക്ക് നഷ്ടപ്പെട്ട എല്ലാ സംഗതിയും അവർ തിരിച്ചു പിടിക്കും കേട്ടോ. എല്ലാം അവർ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഇവിടെയാണ് എന്തായിരുന്നു അതിന്റെ ഫലം? ഏതുപോലെ ഫറോവ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രംഗത്ത് വരാതിരിക്കുവാൻ വേണ്ടി എന്തെല്ലാം സംഗതികൾ ചെയ്തു. ആൺകുട്ടികളൊക്കെ കൊന്നൊടുക്കില്ല. അവസാനം എന്താ സംഭവിച്ചത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രംഗത്ത് വന്നു. ആ രാഷ്ട്രത്തിന്റെ സംവിധാനങ്ങളുമായി അദ്ദേഹത്തിന് മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞു. ഇവിടെയാണ് ഇസ്ലാമിക ഖിലാഫത്ത് എന്ന ഈ കാഴ്ചപ്പാടിനെ എത്ര തന്നെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചാലും, ഇസ്ലാമിനെ എത്ര തന്നെ വികൃതമായി ചിത്രീകരിച്ചാലും, പ്രോപഗണ്ട നടത്തിയാലും, ആ ഖിലാഫത്ത് ഉടൻ തിരിച്ചു വരാൻ പോവുകയാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കൊക്കെ ഉണ്ടാവണം. ആ ഖിലാഫത്ത് വരാൻ പോവുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അതിലേക്ക് ലോകം അടുക്കുകയാണ്. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ഈ ഖിലാഫത്ത് ഏത് രാജ്യത്താ വരിക? ഇതൊരു ചർച്ചയാണ്. ഏത് രാജ്യത്തായിരിക്കും ആ ഖിലാഫത്ത് വരിക? അതിന്റെ തലസ്ഥാനം ഏതായിരിക്കും? മക്കയും മദീനയും അല്ല. മക്കയിലും മദീനയിലുമല്ല ആ ഖിലാഫത്ത് വരിക. പിന്നെ എവിടെയാണ് ആ രാജ്യം? ഏതാണ് അത്? ഫലസ്തീനാണ് ആ രാജ്യം. ഏതാണ് തലസ്ഥാനം? അത് ഖുദ്സാണ് അതിന്റെ തലസ്ഥാനം. മക്ക മദീന ഒക്കെ പവിത്രതയുണ്ട്, അതിന് പ്രാധാന്യമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച വരാനിരിക്കുന്ന ഖിലാഫത്ത് ഇനി അത് വരിക മക്കയിലും മദീനയിലുമല്ല. അത് വരിക ഫലസ്തീനിൽ ഖുദ്സ് കേന്ദ്രമാക്കിക്കൊണ്ടാണ് വരിക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് വരികയില്ല? മക്കയിലും മദീനയിലും വരികയില്ല. ഇന്ന് ആ നാട് കൈകാര്യം ചെയ്യുന്നവർ ശുദ്ധ മുനാഫിക്കുകളാണ്. ഗസക്കാർക്ക് വേണ്ടി ശബ്ദിക്കാത്തവരാണവർ. ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ ജയിലിലടക്കുകയാണ്. സൗദി അറേബ്യയിലെ ഒരുവിധം നല്ല പണ്ഡിതന്മാരൊക്കെ ജയിലിലാണ്. സൽമാനുൽ ഔദ എന്ന് പറയുന്ന മഹാനായ വലിയൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ജയിലിലാണ്. പല ആളുകളും മിമ്പറിൽ നിന്നെങ്ങാനും ഗസയെ പറ്റി പറഞ്ഞാൽ കയ്യോടെ സൗദി പോലീസ് കൊണ്ടുപോയി ജയിലാണ്. പിന്നെ പുറം കാണുകയില്ല. അത്രയ്ക്കും ആ നാട്, അതിന്റെ ഭരണാധികാരികൾ നശിച്ചു പോയിരിക്കുന്നു കാണുവാൻ സാധിക്കും. 3 ദിവസം മുമ്പ് വന്ന തുർക്കി വനിതയുടെ ഒരു ക്ലിപ്പുണ്ട്. ഉംറയ്ക്ക് വന്നതാണ് ആ സ്ത്രീ. ഉംറയ്ക്ക് വന്നപ്പോ ആ സ്ത്രീ തന്റെ സ്കാഫിന്റെ തലയിൽ ഗസ എന്ന് പറയുന്ന ഒരു തൂവാല കെട്ടി. സൗദി പോലീസ് പിടിച്ചു, മിരട്ടി. ഉംറ ചെയ്യണോ അതോ തുർക്കിയിലേക്ക് പോണോ? ഒരു ചോദ്യമാണ്. എന്താ കാരണം? ഗസ എന്ന ചിഹ്നം അവിടെ കണ്ടു, ഒരു എഴുത്ത് കണ്ടു. ആ സ്ത്രീ പറഞ്ഞു, തൽക്കാല രക്ഷയിൽ ജയിലിൽ പോണ്ടി വരുമല്ലോ. എന്നിട്ട് വീഡിയോ ആ ക്ലിപ്പ് ഇറക്കി. ഞാൻ ഈ നിമിഷത്തിന് ശേഷം ഇനി ഞാൻ മക്കയിലും മദീനയിലും നമസ്കരിക്കൂല. ആ സ്ത്രീ പറയാ. പോയി ഉംറ ചെയ്ത് ആ സ്ത്രീ നാട്ടിലേക്ക് പോയി. ഇതാണ് നിലവിലുള്ള സൗദി ഭരണാധികാരികളുടെ അവസ്ഥ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തിയാലോ, ഗസയ്ക്ക് വേണ്ടി ശബ്ദിച്ചാലോ അറസ്റ്റ് ചെയ്യും. പ്രകടനം നടത്തൽ ഹറാമാണെന്ന് ഫത്വ ഇറക്കി. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഗസയിലെ പോരാളികളെ ഭീകരവാദ ചാപ്പ കുത്തിയവരാണ്. അതുകൊണ്ടാണ് നിലവിലുള്ള സൗദി ഭരണകൂടത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ലിബിയൻ മുഫ്തി അദ്ദേഹം ഒരാഴ്ച മുമ്പ്, 2 മാസം മുമ്പ് അദ്ദേഹം ഒരു ഫത്വ ഇറക്കി. ഹജ്ജ് ഉംറയ്ക്ക് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഇനി ഒരുത്തനും അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ലിബിയക്കാരോടും മറ്റുള്ള രാഷ്ട്രങ്ങളിലെ മുസ്ലിങ്ങളോടും ഒക്കെ ഞാൻ പറയുകയാണ്, ഹജ്ജും ഉംറയും ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങൾ അധികം കൂടുതൽ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ, സൗദിയിലേക്ക് പോകുമ്പോൾ ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സൗദി ഭരണാധികാരികൾ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഒരു ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഹജ്ജും ഉംറയും എന്ന് ആ പണ്ഡിതൻ പറഞ്ഞിരിക്കുകയാണ്, ഫത്വ കൊടുത്തിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രിയമുള്ള സഹോദരന്മാരെ, ഏത് രാജ്യത്താണ് ആ ഖിലാഫത്ത് പ്രവാചകൻ പ്രവചിച്ച ആ ഖിലാഫത്ത് വരിക? അത് ഫലസ്തീനിലാണ്. അതിന്റെ തലസ്ഥാനം ഖുദ്സാണ്. എന്താണ് അതിന് തെളിവ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യബ്ന ഹവാല ഇദാ റഅയ്തൽ ഖിലാഫത ഖദ് നസലത്തിൽ അർളൽ മുഖദ്ദസ. ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, നീ ഖിലാഫത്ത് അൽ അർളുൽ മുഖദ്ദസയിൽ ഇറങ്ങുന്നത് നീ കണ്ടാൽ. ഏതാണ് അൽ അർളുൽ മുഖദ്ദസ? അൽ അർളുൽ മുഖദ്ദസ എന്ന് ഹദീസിലും ഖുർആനിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഫലസ്തീനെ പറ്റിയാണ്. ആ ഫലസ്തീനിൽ നീ ഖിലാഫത്ത് ഇറങ്ങുന്നത് കണ്ടാൽ പിന്നെ നീ മനസ്സിലാക്കിക്കോ, ഫഖദ് ദനത്തി സലാഇൽ വൽ ബലാഇൽ വൽ ഉമൂറുൽ ഇളാം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളും ആകെ ഖിയാമത്ത് നാളിലേക്കുള്ള പിന്നീടുള്ള അങ്ങോട്ടേക്കുള്ള യാത്രയായിരിക്കും പിന്നീട് സംഭവിക്കാം. വസ്സാഅതു യൗമഇദിൻ അഖറബ്. ഖിയാമത്ത് നാൾ ഏറ്റവും അടുക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഖിലാഫത്തിനെ സംബന്ധിച്ച് അത് ബൈത്തുൽ മുഖദ്ദിസ് ഫലസ്തീനിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ലാ തഖൂമുസ് സാഅ ഹത്താ തൻസിലൽ ഖിലാഫത്തു ബിബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദിസിൽ ഖിലാഫത്ത് ഇറങ്ങുന്നത് വരെ, വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഖുദ്സു സതകൂനു ആസിമ ലിൽ ഖിലാഫത്തിൽ ഇസ്ലാമിയ്യ. ആ വരാനിരിക്കുന്ന ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസിമത്ത്, തലസ്ഥാനം അത് ഖുദ്സ് ആയിരിക്കും എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നു. ഈ ഒരു ബേജാറ് കൊണ്ടാണ് ഇപ്പോ ഗസയെ ശവപ്പറമ്പാക്കുന്നത്. നമ്മൾ വിചാരിക്കും അവര് പ്ലാനൊന്നും ഇല്ലാതെയാണ് നാടിനങ്ങ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല, ഗസയിൽ ഖിലാഫത്ത് വരും. ഖുദ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഖിലാഫത്ത് വരാൻ പോവുകയാണ്. അപ്പൊ ആ നാട്ടിലെ ബിൽഡിങ്ങുകളൊക്കെ തകർക്കണം. അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനങ്ങളൊക്കെ ഞാനും നിങ്ങളും ഈ രീതിയിൽ കാണണം. എന്തുകൊണ്ട് ഗസ്സക്കാർ ബൈത്തുൽ മുഖദ്ദിസിൽ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനം, തലസ്ഥാനം എന്തുകൊണ്ട് വരും എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ലോക നേതൃത്വം ലഭിക്കാൻ വേണ്ട ഗുണം ഈമാനും സബ്റുമാണ്. അത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ജനത ഫലസ്തീനിലെ ഗസ്സ നിവാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ. നാം ചില ആളുകളെ അവർക്ക് ഇമാമത്ത് പദവി കൊടുക്കും, നേതൃത്വ പദവി കൊടുക്കും. എപ്പോൾ? ലമ്മാ സബറു, ക്ഷമ കൈക്കൊണ്ടാൽ. ഇന്ന് ആ ക്ഷമയും ഈമാനും ഒക്കെയുള്ളത് അത് ഫലസ്തീനിലെ ഗസ്സ നിവാസികളാണ്. അവിടെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖിലാഫത്ത് വരാൻ പോകുന്നത്. ഇനി ഒരു വരാനിരിക്കുന്ന ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണാധികാരികൾ അത് അമവികളായിരിക്കൂല, അത് അബ്ബാസികളും ആവുകയില്ല, അത് ഉസ്മാനികളുമല്ല, മറിച്ച് ഇസ്ലാമിസ്റ്റുകളായിരിക്കും. അവരാണ് ഗസ്സയിലെ വരാനിരിക്കുന്ന ഖിലാഫത്തിന്റെ ഭരണാധികാരികൾ. ഈ രീതിയിൽ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന സംവിധാനങ്ങളെ, പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളെ എനിക്കും നിങ്ങൾക്കുമൊക്കെ റീഡിംഗ് നടത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ വളരെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് ആകെ 6 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. 6 വർഷം ഇസ്ലാം സ്വീകരിച്ചിട്ട് ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ആ സ്വഹാബി മരിച്ചപ്പോ ഇഹ്തസ്സ അർശുല്ലാഹ് ബിമൗതി സഅദ് ബിൻ മുആദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഅദ് ബിൻ മുആദിന്റെ മരണത്തിൽ അള്ളാന്റെ സിംഹാസനം കുലുങ്ങി. ഒരു സഹാബി ആകെ ജീവിച്ചത് 6 വർഷം ഇസ്ലാം സ്വീകരിച്ചിട്ട്. അദ്ദേഹത്തെ കബറടക്കി തിരിച്ചു വന്നപ്പോ മുനാഫിക്കുകളൊക്കെ കളിയാക്കി. മുനാഫിക്കുകളെ കൂടി ചില ആളുകളുണ്ടായിരുന്നു, മയ്യത്ത് കട്ടിൽ പിടിക്കണ്ടായിരുന്നു.
അങ്ങനെ മദീന പള്ളിയിൽ ഖബറടക്കം കഴിഞ്ഞ് വന്ന് ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. മുനാഫിക്കുകൾ കളിയാക്കി, എന്തോ ഒരു ഹൈറ്റും വെയിറ്റുള്ള ചങ്ങാതിയായിരുന്നു സഅദ് ബിൻ മുആദ്. എന്നിട്ട് അദ്ദേഹത്തെ മരിച്ചപ്പോൾ മയ്യത്ത് കെട്ടിൽ ആളുകൾ എന്തോ ഒരു സ്പീഡിലാണ് കൊണ്ട്, ഒരു കനവും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയായിരുന്നു. ഇത് ചില സഹാബികൾക്ക് സഹിച്ചില്ല. സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല റസൂലെ, എന്താ അങ്ങനെ ഇത്രയും ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആളിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തീരെ കനുണ്ടായില്ലല്ലോ? ഞങ്ങൾ കുറേ ആളുകളുടെ മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ട്, ഒക്കെ കനക്കുള്ള അങ്ങനത്തെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മയ്യത്ത് തീരെ കനുണ്ടായില്ല റസൂലെ, നമുക്ക് ഈ ചിന്തിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ മയ്യത്ത് കട്ടിൽ വഹിക്കാൻ നിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, 70,000 മലക്കുകൾ ഉണ്ടായിരുന്നു. 70,000 മലക്കുകൾ ഉണ്ടായിരുന്നു. ആകെ ജീവിച്ചത് 6 വർഷം മുസ്ലിമായിട്ട്. അത് ചരിത്രം പഠിക്കേണ്ടതാണ്. എന്താണ് അതിന് കാരണം? അദ്ദേഹം ഒരു ഗോത്രത്തിന്റെ തലവനായ നേതാവായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ആ ഗോത്രം ഒന്നിച്ചങ്ങോട്ട് ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് ഇസ്ലാമിന് വേണ്ടി ജീവിതം പൊഴിഞ്ഞു വെച്ചു. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിൽ ഖബരി ലഗ്ത, തീർച്ചയായും ഖബർ എല്ലാവരെയും ഇടുക്കും, എല്ലാവരെയും ഖബർ ഇടുക്കി കളയും. ഖബറിലാണ്ട് കൊണ്ടേ വെക്കുക വേണ്ടുള്ളൂ. എത്ര വലിയ സമ്പന്നനായാലും ധനികനായാലും ആലിമായാലും ജാഹിലായാലും എല്ലാവരെയും ഖബർ അങ്ങോട്ട് കിട്ടിയ ഞെരിക്കങ്ങോട്ട് കളയും. റസൂലുള്ളാഹി പറയാം, ലൗ നജാ അഹദും മിൻഹു, ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ സഅദ് ബിൻ മുആദും രക്ഷപ്പെട്ടിട്ടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, 6 വർഷം കൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കട്ടിൽ പിടിക്കാൻ 70,000 മലക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, എൻ്റെ വയസ്സെത്ര? എൻ്റെ മയ്യത്ത് കട്ടിൽ പിടിക്കുവാൻ മലക്കുകൾ ഉണ്ടാവുമോ? ആലോചിക്കുക. എന്താണോ അതിന് വേണ്ട ക്വാളിറ്റി, ആ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ, ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ പോരാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തും സ്ഥൈര്യവും ധൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ആ ഖിലാഫത്തിനെ കാണുവാനുള്ള കഴിവ്, സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في غزة يا الله، واشف مرضاهم وجرحاهم يا الله، وأطعمهم طعاما لذيذا وأشربهم ماء طهورا. اللهم حدد المسجد الأقصى من أيدي اليهود الفاشيين. اللهم دمر اليهود الفاشيين الصهيونيين. اللهم دمر اليهود الفاشيين الصهيونيين. اللهم دمر سلطنة أمريكا يا الله. اللهم دمر سلطنة أمريكا يا الله. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.